പാക് മുൻ പ്രസിഡന്റ് കാരണം കേരളത്തിലെ ബാങ്ക് ജീവനക്കാർക്ക് കുറ്റപത്രം. ബലൂണിൽ ഐ ലവ് പാകിസ്ഥാൻ. കേന്ദ്രം അന്വേഷിക്കുന്നു. കേരളത്തിലെ ബാങ്ക് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പോലുമില്ലാതെ കുറ്റപത്രം ചുമത്തിയതിന് പിറകിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായ പർവേഷ് മുഷറഫിനെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ അറിയുക, പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റിനെ ചൊല്ലി കേരളത്തിൽ 13 ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാർ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് നൽകിയ കുറ്റപത്രത്തെ ചൊല്ലി ഈ മാസം 28-ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത ഫെഡറേഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ഘടകം കഴിഞ്ഞ 27-ന് ആലപ്പുഴയിൽ നടത്തിയ ദ്വൈവാർഷിക സമ്മേളനത്തിന്റെ അനുശോചന പ്രമേയ കരടിലെ 2023-ൽ അന്തരിച്ച അന്തർദേശീയ, ദേശീയ, പ്രാദേശിക പ്രാധാന്യമുള്ള പേരുകളിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റായ പർവേഷ് മുഷറഫിന്റെ പേര് ഉൾപ്പെട്ടതാണ് വിവാദമായത്. ഇതേ തുടർന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ 13 ജീവനക്കാർക്ക് കുറ്റപത്രം ചുമത്തിയത്. അനുശോചന പ്രമേയമടക്കമുള്ള കരട് റിപ്പോർട്ട് ഭേദഗതികൾക്കായി ബ്രാഞ്ച് ഘടകങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന പതിവ് സംഘടനയ്ക്കുണ്ട്. അതുപ്രകാരം അയച്ചുകൊടുത്ത റിപ്പോർട്ടിൽ പർവേഷ് മുഷറഫിന്റെ പേരും ഉൾപ്പെട്ടത് മനസ്സിലാക്കിയ ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരനാണ് വിഷയം ഉന്നതങ്ങളിൽ അറിയിച്ച് വിവാദമാക്കിയതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നു. വിമുക്തഭടനായ ഈ ജീവനക്കാരൻ ഒരു സംഘടനയിലും അംഗമല്ലെന്നും പറയുന്നു. BJP സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെടുകയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സമ്മേളന വേദിക്കരികിൽ പ്രതിഷേധിക്കുകയും ചെയ്തതോടെ വിവാദത്തിന് രാഷ്ട്രീയമാനം കൈവന്നു. BJP ആഭിമുഖ്യമുള്ള 2 ബാങ്ക് സംഘടനകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയ തലത്തിലേക്ക് ഈ വിഷയം എത്തിച്ചു. ഒരു വാർത്താ ചാനലും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് റിപ്പോർട്ട് ചെയ്തതോടെ ബാങ്ക് ജീവനക്കാർ പെട്ടു. രാജ്യത്തിന് നിരവധി സൈനികരെ ബലി നൽകേണ്ടി വന്ന കാർഗിൽ യുദ്ധത്തിന് കാരണക്കാരനായ പർവേഷ് മുഷറഫിനെ ആദരിക്കും വിധമുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധത്തിലാണ് ചിലർ വിവാദം കത്തിച്ചു നിർത്തിയത്. കരട് റിപ്പോർട്ടിലുണ്ടായിരുന്ന പാക് മുൻ പ്രസിഡന്റിന്റെ പേര് അന്തിമ പ്രമേയത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും വിഷയം കൈവിട്ടുപോയി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വിവാദ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതോടെ ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് സംഘടനാ ഭാരവാഹികളായ 13 പേർക്ക് നേരിട്ട് കുറ്റപത്രം നൽകുകയായിരുന്നു. കേന്ദ്രം അന്വേഷണം ആവശ്യപ്പെട്ട വിവാദ സംഭവത്തിൽ ഉൾപ്പെട്ട 3 ജീവനക്കാർ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. ഇതൊന്നും പരിഗണിക്കാതെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ കുറ്റപത്രം ചുമത്തിയതിനെതിരെ വിമർശനം ഉയരുകയാണ്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്കിന് നോട്ടീസ് നൽകിയത് ഈ സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണും വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏരൂർ സ്വദേശി ഗിരീഷ് കുമാർ മകന്റെ പിറന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ ബലൂണിലാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കണ്ടത്. തുടർന്ന് ഗിരീഷ് കുമാർ നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും കട അടപ്പിക്കുകയും ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ കടയുടെ മുന്നിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പാക് മുൻ പ്രസിഡന്റിനെ അനുശോചന പ്രമേയം കടന്നുവന്നതും തൃപ്പൂണിത്തുറയിലെ പാക് അനുകൂല ബലൂണും BJPയും സംഘപരിവാർ സംഘടനകളും രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുമ്പോൾ വിവാദത്തിൽ ഉൾപ്പെട്ടവർ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്.